ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹെക്സെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ സീരീസിലെ ജാവാസ്ക്രിപ്റ്റിന്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് വേരിയബിൾസ് ആൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റുകളാണ് വേരിയബിൾസും അതേപോലെ തന്നെ ഡാറ്റ ടൈപ്പും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വേരിയബിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിലെ ആയിട്ട് വരുന്ന ഡേറ്റാസ്, നമ്മുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡേറ്റാസ് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയുടെ ടൈപ്പ് എന്താണോ അതിനെയാണ് നമ്മൾ ഡേറ്റ ടൈപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനകത്ത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ വാർ എന്നൊരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് എംപ്ലോയി എന്നൊരു വേരിയബിൾ നെയിം കൊടുത്തു. നമുക്ക് വേരിയബിൾ നെയിം കൊടുക്കുമ്പോഴത്തേക്കിനും ഒന്നുകിൽ ഒരു ക്യാരക്ടർ ഉപയോഗിച്ച് ഒരു ലെറ്റർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം, അതും അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ഡോളർ സൈൻ കൊണ്ടോ നമുക്ക് ഒരു വേരിയബിളിന്റെ നെയിം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ജസ്റ്റ് വാർ എന്ന കീവേഡ് കൊടുത്തു, ജസ്റ്റ് എംപ്ലോയി എന്നൊരു നെയിമും കൊടുത്തു, കഴിഞ്ഞു. നമുക്ക് ഇത്രയേ ഉള്ളൂ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വാല്യൂസ് ഒന്നും അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ആ കൊടുക്കാൻ പോകുന്ന വാല്യൂവിന്റെ ടൈപ്പ് എന്താണോ അതാണ് നമ്മുടെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതുകൂടി ഇതിന്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. ഞാൻ സ്ട്രിംഗ് എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഡേറ്റയാണ് ഇവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വാർ എംപ്ലോയി ആയതുകൊണ്ട് തന്നെ ഒരു നെയിം കൊടുക്കാം നമുക്ക്. ഞാൻ അമൽ എന്നൊരു നെയിം കൊടുക്കുന്നു. ഇപ്പോൾ ഈ അമൽ എന്ന നെയിം ഞാൻ ഇവിടെ കോട്സിലാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു ടെസ്റ്റ് സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കുറെ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്, അങ്ങനെ ഒരു ടെസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്ട്രിംഗ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ കോഡ്സിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും കോഡ്സിൽ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരു സ്ട്രിംഗ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഞാനിവിടെ വാർ E1 ഈസ് ഈക്വൽ ടു കോഡ്സിനുള്ളിൽ 1 2 3 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഒരു സ്ട്രിംഗ് ആയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു സ്ട്രിംഗ് എന്താണെന്ന് കണ്ടു. നമ്മൾ ടെസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇതൊരു കോഡ്സിനുള്ളിലായിരിക്കും നമ്മൾ ഈ ഡേറ്റാസ് കൊടുക്കാൻ പോകുന്നത്. ഡിക്ലെയർ ചെയ്ത് വാല്യൂ അസൈൻ ചെയ്യുന്നിടത്ത് നമ്മളൊരു കോഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും, അതിനുള്ളിലായിരിക്കും ഈ ഡേറ്റ കൊടുക്കുന്നത്. അടുത്ത ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡിജിറ്റ്സ്. ഞാൻ വാർ എ ഈസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. ഇതൊരു നമ്പർ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സും യൂസ് ചെയ്യാം. 6.7 ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തു. അടുത്തതായിട്ട് വരുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ബൂളിയൻ ആണ്. ബൂളിയൻ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രൂ ഓർ ഫോൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വാർ JS ഇസ് ഈക്വൽ ടു ട്രൂ, അതേപോലെ തന്നെ വാർ CSS ഇസ് ഈക്വൽ ടു ഫോൾസ്. ഇങ്ങനെ നമുക്ക് ഡേറ്റ ടൈപ്സ് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന ഇത് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബൂളിയൻ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യാം. അതേപോലെ അടുത്തതായിട്ട് വരുന്നതാണ് ഒരു ഡേറ്റ ടൈപ്പ് ആണ് അൺഡിഫൈൻഡ് എന്ന് പറയുന്നത്. അൺഡിഫൈൻഡ് ഇതെന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അതിനെ എവിടെയും യൂസ് ചെയ്യില്ല. അതിനെയാണ് നമ്മൾ അതിലേക്ക് വാല്യൂ ഒന്നും അസൈൻ ചെയ്ത് കൊടുക്കുന്നില്ല. അതിനെയാണ് നമ്മൾ അൺഡിഫൈൻഡ് വേരിയബിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നള്ളാണ്. നൾ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ആണ്. അപ്പോൾ വാർ ടെസ്റ്റ് 1 ഈസ് ഈക്വൽ ടു നൾ എന്ന് കൊടുക്കാം. നൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ empty വാല്യൂസിനെയാണ് നമ്മൾ നൾ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ഇതിലേക്ക് നമ്മൾ നൾ എന്ന് പറയുന്ന വാല്യൂനെയാണ് അസൈൻ ചെയ്തേക്കുന്നത്. അതാണ് നൾ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ഓരോന്നിനായിട്ട് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എംപ്ലോയി എന്ന് കൊടുക്കുന്നു. അടുത്തായിട്ട് നമുക്ക് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇതിന്റെ ടൈപ്പ് ഒന്ന് പ്രിന്റ് ചെയ്യാം. ടൈപ്പ് ഓഫ് എംപ്ലോയി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിത് 2 ലൈനിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു BR ടാഗ് യൂസ് ചെയ്യാം. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് BR എന്ന് കൊടുക്കാം. നമുക്കിനി ഇതിനെ ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മുടെ ബ്രൗസറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അമൽ സ്ട്രിംഗ് എന്ന് നമുക്കിവിടെ, അമൽ എന്ന് പറയുന്ന നമ്മുടെ ഡേറ്റയും അതിന്റെ ടൈപ്പ് സ്ട്രിംഗ് എന്ന് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതേപോലെ നമുക്ക് എല്ലായിടത്തും നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഞാനിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇതിനെ കമന്റ് ചെയ്തേക്കാം. ഇവിടെ കൊടുക്കുന്നു. എ എന്ന് പറയുന്ന വേരിയബിൾ നോക്കാം. ഇതിന്റെ ടൈപ്പ് എന്താണെന്ന് നോക്കാം.
നോക്കിയാൽ കാണാം 5 എന്നാണ് നമ്മുടെ ഡേറ്റ വരുന്നത്. അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ആണ്. സോ അതേപോലെ തന്നെയാണ് നമുക്ക് ബിയും അതുകൂടി നോക്കാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 6.7 അതിനെ നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് കമന്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തത് നോക്കാം. ഇത് ഞാനിവിടെ JS എന്ന് കൊടുക്കുന്നു. അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് JS കൊടുക്കുന്നു. ഇതിന്റെ നമുക്ക് ഡേറ്റയും ഡേറ്റ ടൈപ്പും എന്താണെന്ന് നോക്കാം. ട്രൂ ആണ് ഡേറ്റ, ബൂളിയൻ എന്നുള്ള ഡേറ്റ ടൈപ്പിലാണ് വരുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു അൺഡിഫൈൻഡ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിന്റെ കേസ് നോക്കാം. ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് ടെസ്റ്റ് എന്നാണ് നമ്മുടെ വേരിയബിൾ നെയിം വരുന്നത്. ടെസ്റ്റ്. അതേപോലെ ടൈപ്പും നമുക്ക് ടെസ്റ്റ് എന്ന് കൊടുക്കണം. ടൈപ്പ് ഓഫിലും ടെസ്റ്റ് എന്ന് കൊടുക്കണം. അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമുക്ക് നള്ളും വരുന്നത്. നമുക്കിവിടെ നൾ എന്നുള്ള ഡേറ്റ കിട്ടിയിട്ടുണ്ട്, ടൈപ്പും കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ വേരിയബിൾസ് അല്ലെങ്കിൽ വേരിയസ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ മെയിൻ ആയിട്ട് വരുന്ന ടൈപ്സും കാര്യങ്ങളുമാണ് നമ്മൾ നോക്കിയത്. ഇതേപോലെ തന്നെ നമ്മൾ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വാർ എന്നുള്ള കീവേഡ് ആണ് യൂസ് ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന മറ്റ് 2 കീവേഡ്സ് കൂടിയുണ്ട്. വാർ പോലെ തന്നെ ലെറ്റ്, അതേപോലെ തന്നെ കോൺസ്റ്റ്. ഇങ്ങനെ 2 കീവേഡ്സ് കൂടി നമുക്ക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് തമ്മിൽ ചില ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഇത് മൂന്നും തമ്മിൽ ചില ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് വാർ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു വേരിയബിളിനെ ഒരു ഡേറ്റ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാർ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് അമൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ ഇതിനെ ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് പേഴ്സൺ എന്ന് കൊടുക്കുന്നു. ഇതിനെ ഇവിടെ ഞാൻ പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അമൽ എന്നുള്ളതായിരിക്കും. അപ്പൊ ഞാൻ അടുത്തതായിട്ട് ഞാൻ ഇവിടെ തന്നെ വന്നിട്ട് പേഴ്സണിലേക്ക് മറ്റൊരു വാല്യൂ കൊടുക്കുന്നു. ഇതിനെ ഒന്ന് റീഡിക്ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ മനു എന്നൊരു വാല്യൂ കൊടുത്തു. ഇനി ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ എന്ന് പറയുന്നത് മനു എന്നുള്ളതായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ വാർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ ആണ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂവിനെ എനിക്ക് ഇവിടെ റീഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതേസമയം ഞാൻ ഇവിടെ ലെറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്കിതിനെ റീഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ലെറ്റ് പേഴ്സൺ എന്ന് കൊടുക്കുന്നു. പേഴ്സൺ ഈസ് ഈക്വൽ ടു അമൽ എന്ന് തന്നെ കൊടുക്കാം. അതേപോലെ ഞാൻ വീണ്ടും സെറ്റ് പേഴ്സൺ ഈസ് ഈക്വൽ ടു മനു എന്ന് കൊടുക്കുന്നു. ഇത് ഇവിടെ എറർ ആണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. നമുക്കിതിനെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ആ ഒരു എറർ കാണാം, അല്ലെങ്കിൽ ആ ഒരു വാണിംഗ് വന്നേക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൺസോളിൽ നോക്കിയാൽ കാണാം സിന്റാക്സ് എറർ ആണ്. ഐഡന്റിഫയർ പേഴ്സൺ ഹാസ് ഓൾറെഡി ബീൻ ഡിക്ലെയർഡ്. അപ്പോൾ ലെറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിനെ റീഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു തവണ ഡിക്ലെയർ ചെയ്യാം, യൂസ് ചെയ്യാം. അതിനെ അല്ലാതെ റീഡിക്ലെയർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇനി അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് ആണ് കോൺസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കോൺസ്റ്റ് പൈ കൊടുക്കുന്നു. പൈ ഈസ് ഈക്വൽ ടു 3.14. ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഇതിങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൈയുടെ വാല്യൂ 3.14 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനിയിപ്പോ ഞാൻ ഇവിടെ ഇതിനെ വിളിച്ചിട്ട് ഈ പൈയുടെ വാല്യൂ മറ്റെന്തെങ്കിലും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് എറർ വരും. ഇപ്പൊ ഞാനിവിടെ പൈയുടെ വാല്യൂ 3.144 എന്ന് കൊടുക്കുന്നു. നമുക്ക് നോക്കാം. കണ്ടില്ലേ, അസൈൻമെന്റ് ടു കോൺസ്റ്റന്റ് വേരിയബിൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് എറർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാർ ലെറ്റ് കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 കീവേഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് വാർ എന്ന കീവേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റീഡിക്ലെയർ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും, വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും.
അതേസമയം നമ്മൾ ലെറ്റ് എന്ന് പറയുന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റീഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ കോൺസ്റ്റിലും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വേരിയബിൾസ് ആൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റുകളാണ്. എന്താണ് വേരിയബിൾസ്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡാറ്റ ടൈപ്സ് എന്താണ്, എന്താണ് അതിന്റെ ഡിഫറൻസ്, വേരിയസ് ഡാറ്റ ടൈപ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ ഞങ്ങളെ അറിയിക്കുക. സോ താങ്ക് യു.